ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ട് ഒരു 5 മിനിറ്റ് കൊണ്ട് നമുക്ക് ചോറിന് നല്ലൊരു അടിപൊളി കറി തയ്യാറാക്കിയാലോ. നമ്മളെല്ലാവരും ചോറിനോടൊപ്പം എരിവും പുളിവും ഒക്കെ ആയിട്ടുള്ള ഒരു കറിയായിരിക്കും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിലൊരു കറിയാണ് കേട്ടോ. അതും വളരെ ഈസി ആയിട്ട് തേങ്ങയൊന്നും വേണ്ടാതെ തന്നെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 5-6 മുളക് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇതേപോലെ ഒരു 4-5 മുളക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതായതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മുളക് കൊണ്ടാണ് കേട്ടോ നമ്മളിന്ന് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ മുളക് നല്ലോണം ഒന്ന് കഴുകിയതിന് ശേഷം ഇതേപോലെ നടുക്കൂടെ ചെറുതായിട്ടൊന്ന് കീറി കൊടുക്കാം കേട്ടോ. അപ്പോഴത്തേക്ക് ഇതിനകത്തോട്ട് ആ എരിവും പുളിയൊക്കെ ഒന്ന് പിടിച്ച് കിട്ടുള്ളൂ. അപ്പം നമുക്ക് നടുക്കൂടെ ഒന്ന് കീറി കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഈ മുളകുള്ള കറി ആയതുകൊണ്ട് തന്നെ ഭയങ്കര എരിയായിരിക്കും എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട കേട്ടോ. അത്രയ്ക്ക് എരിയൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി കറിയാണ് കേട്ടോ. കുട്ടികൾക്കും ഇഷ്ടപ്പെടും, അവരും സിമ്പിളായിട്ട് തന്നെ കഴിച്ചോളും കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റിയാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അതാ മുളകെല്ലാം ഞാൻ ഇവിടെ നിന്ന് കീറി റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള മെയിനായിട്ടൊരു ഘടകമാണ് തൈര്. അപ്പോൾ നമുക്കിവിടെ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഈ തൈരിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ഒരു ഫോർക്ക് കൊണ്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. അധികം പുളിയില്ലാത്ത തൈരാണ് എടുക്കേണ്ടത്. അത് നല്ലോണം ഒന്ന് അടിച്ച് റെഡിയാക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് തൈരും മുളകും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ. വളരെ സിമ്പിളാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ ഉച്ചയ്ക്ക് ചോറ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മൾ തയ്യാറാക്കി വച്ചതിന് ശേഷം ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് മാറ്റി വെച്ചതിന് ശേഷം വേണം കേട്ടോ കഴിക്കാനായിട്ട്. അത്രയ്ക്കും ടേസ്റ്റാണ്, മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം ഞാൻ ഇവിടെ തയ്യാറാക്കാനായിട്ട് ഒരു മൺചട്ടിയാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഈ മുളകെല്ലാം ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. മുളക് നമ്മൾ കീറി കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അതൊന്ന് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം വേണം മുളക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. അതിനുശേഷം അടച്ച് വെച്ച് ഇത് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. കണ്ടല്ലോ, അപ്പോൾ ഇത് കുറേശ്ശേക്ക് ഒന്ന് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുത്ത് സൈഡ് നമുക്കൊന്ന് വറുത്തെടുക്കാം കേട്ടോ. ഈ വറുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ എരിവൊക്കെ നല്ലോണം അങ്ങ് കുറഞ്ഞ് കിട്ടും കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. അപ്പോൾ ഞാൻ ഇവിടെ സൈഡ് ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് നമുക്ക് അതും അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. കാരണം പൊട്ടിത്തെറിക്കും എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ അടച്ച് വെച്ച് വേവിക്കുന്നത്. അപ്പോൾ തീ നല്ലോണം കുറച്ച് ലോ ഫ്ലെയിമിൽ ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അധികം ഒന്നും പൊട്ടിത്തെറിക്കാതെ നമുക്ക് റെഡിയായി കിട്ടുമേ. അപ്പോൾ ഇവിടെ മുളകെല്ലാം ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ഈ കറികൾ പെട്ടെന്ന് തയ്യാറാക്കാമേ. അപ്പോൾ അതാ മുളകെല്ലാം മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ എണ്ണയിലേക്ക് തീ ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം നമുക്കിത് ഒരു 1/4 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/2 ടീസ്പൂണ് കടുകും കൂടെ ഇട്ട് കൊടുക്കാമേ. അത് രണ്ടും ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു കൈപ്പിടി അളവ് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം ഒരു 2 വറ്റൽമുളക് 2ആയിട്ട് കീറിയത് അത് നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് 2 വെളുത്തുള്ളിയും ഒരു 4-5 ചെറിയ ഉള്ളിയും കൂടെ ഉണ്ടല്ലോ, അത് രണ്ടും കൂടെ ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. രണ്ടും കൂടെ ഒന്നിച്ച് ഇട്ട് ചതച്ചതാണ്. ഒരുമിച്ചിട്ട് ചതച്ചതിന് ശേഷം അത് നമുക്കിതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇട്ട് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒന്നും നമുക്കങ്ങ് ഫ്രൈ ആയെന്ന് കിട്ടേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുതായിട്ടൊന്ന് വാട്ടി കിട്ടിയാൽ മാത്രം മതിയേ. അപ്പോൾ അതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടിയതിന് ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് അധികം പൊടികളുടെ ഒന്നും ആവശ്യമില്ല. ഒരു 1/4 ടീസ്പൂണിലും കുറവ് മതി കേട്ടോ. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഇതിൽ നമുക്ക് മെയിനായിട്ട് വേണ്ട ഒരു ഘടകമാണ് കായപ്പൊടി എന്ന് പറയുന്നത് കേട്ടോ. അത് അത്യാവശ്യം കുറച്ച് കൂടുതലങ്ങ് ഇട്ട് കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂൺ വരെ കായപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അത്രയ്ക്കും കായപ്പൊടിയാണ് കേട്ടോ ഇതിൽ മുന്നിട്ട് നിൽക്കേണ്ട ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ അത്യാവശ്യം കായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ കറിയൊക്കെ തയ്യാറാക്കാനായിട്ട് ഒന്ന് മടിച്ച് നിൽക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കറിയും എന്തെങ്കിലും ഒരു മെഴുക്കുവരട്ടിയോ എന്തെങ്കിലും ഒന്ന് മതിയല്ലോ. നല്ല സൂപ്പറായിട്ട് നമുക്ക് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്.
പിന്നെ ഈ കറിയും ഒരു മീൻ വറുത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സൂപ്പറായി കേട്ടോ. ഊണ് കുശാലായി എന്നൊക്കെ പറയില്ലേ, അതേപോലെ ആയി കേട്ടോ. അത്രയ്ക്കും ടേസ്റ്റാണ്. നമുക്ക് വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാം. ഞാൻ പറഞ്ഞല്ലോ, മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം. നമ്മൾ ഊണ് കഴിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് തയ്യാറാക്കി വെച്ചിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ചതിന് ശേഷം പിന്നീട് നമ്മളിതൊന്ന് നല്ല ചൂട് ചോറിനോടൊപ്പം ഒന്ന് വരെ കഴിച്ച് നോക്കണം കേട്ടോ. സൂപ്പറായിരിക്കേ. അപ്പോൾ അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. തൈര് ഇതാ ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഉടനെ തന്നെ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടേക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. നേരത്തെ നമ്മൾ തൈരിൻ്റെ കൂടൊപ്പം ഉപ്പിട്ട് മിക്സ് ചെയ്തിരുന്നു. ഇനി ജസ്റ്റ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, കാരണം മുളകിലൊക്കെ ഒന്ന് ഉപ്പ് പിടിച്ച് കിട്ടണമല്ലോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മുളകും കൂടെ ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും മതി. ഇനി തൈരൊന്നും നമ്മൾ തിളപ്പിക്കാനായിട്ടൊന്നും നിൽക്കേണ്ട കേട്ടോ. അപ്പോൾ ഇത്രയും മതി. നമുക്ക് ഈ സമയം തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാമേ. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ്, ഞാൻ പറഞ്ഞല്ലോ ചോറ് നമ്മൾ കഴിക്കുന്നതിന് മുൻപ് ഒരു 10 മിനിറ്റെങ്കിലും നല്ലോണം ഒന്ന് അടച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ ഇത് ചോറിനോടൊപ്പം വിളമ്പി കഴിക്കാനായിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഈ മുളകിലേക്ക് ഈ തൈരിൻ്റെ ആ പുളിപ്പും ആ ഉപ്പും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അപ്പം കഴിക്കാൻ സൂപ്പറായിരിക്കേ. അപ്പോൾ അതാ ഒരു 10 മിനിറ്റിന് ശേഷം കണ്ടല്ലോ, നല്ലൊരു കൺസിസ്റ്റൻസിയിൽ തന്നെ അത് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. മസ്റ്റായിട്ട് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതാ ഒരു 2-3 മുളക് ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് ഈ കറി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ടുള്ളൊരു സൂപ്പർ ടേസ്റ്റി കറി റെഡി ആയിട്ടുണ്ട്. മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കണം. നല്ല കുറച്ച് ചോറും ഈ ഒരു കറിയും മീൻ വറുത്തതും കൂടെ ഒന്ന് കൂട്ടി കഴിച്ച് നോക്കൂ. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.